യെസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി തിരുച്ചെന്തൂര് മുരുകൻ്റെ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ. അപ്പോൾ നമുക്ക് എവിടെ തൊട്ടാലും ആദ്യം അമ്പലത്തേക്കാണ് കേട്ടോ പുറപ്പെടുക. അപ്പോൾ അതേ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, അങ്ങനെ കാട്ടുശ്ശേരി അയ്യപ്പൻ്റെ അമ്പലത്തിൽ എത്തി. അവിടെ പൈസ എപ്പോഴും ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ അവിടെ പൈസയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതേ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ കേരളം വിട്ട് തമിഴ്നാട് ബോർഡറിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കിടന്നു കേട്ടോ. സമയം ഇപ്പോൾ ഒരു 11:30 ആയി. നമ്മൾ രാവിലെ ടിഫിനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 11:30 മണിയായപ്പോഴേക്കും എല്ലാവർക്കും ഒന്ന് വിശന്നു. അപ്പോൾ വഴിയിൽ നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ എന്താ പറയുക, സാധാരണ ഹോംലി ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ 20 രൂപ 30 രൂപ അങ്ങനെയാണ് ഇവിടുത്തെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തക്കാളി സാദം, തൈര് സാദം, സാമ്പാർ സാദം എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും അത് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഈ തൈര് സാദമൊക്കെ അവരെല്ലാവരും അതാണ് മേടിച്ച് കഴിക്കുക. ഞാൻ തക്കാളി സാദമാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതാകുമ്പോൾ വയറിനും കേടില്ല. ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അതേപോലെ ഫുഡൊക്കെ കഴിച്ചു. ആ ചേച്ചിയുടെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി മൊത്തം ഇതേപോലെയുള്ള ഫാനുകൾ കാണാം കേട്ടോ. ഇത് മൊത്തം കറണ്ട് തയ്യാറാക്കുന്നതാണേ. അപ്പോൾ ആ സൈഡ് മൊത്തം ഇതേപോലെയുള്ള ഫാനുകൾ കുറേ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരമായി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആവണമെന്ന് പറഞ്ഞതിന് ശേഷം നമ്മളൊരു ഹോട്ടലിൽ നിർത്തി. അവിടുന്ന് എല്ലാവരും എന്താ റെസ്റ്റ് റൂമിലേക്കൊക്കെ പോയി ട്ടോ. ആ സമയത്ത് നമ്മുടെ കണ്ണൻകുട്ടിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു. കൂടെ ഞങ്ങളും ഐസ്ക്രീമൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ഐസ്ക്രീമായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിത് ട്രൈ ചെയ്യാത്ത ഐസ്ക്രീമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ അടിപൊളി എന്താ ഐസ്ക്രീമായിരുന്നു. 50 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അവർ സ്പൂണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയുള്ള ഐസ്ക്രീമിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉള്ളിലൊക്കെ സ്പൂൺ വെച്ചിട്ട് കാണുന്നത്. അപ്പോൾ എന്താ പറയുക, കണ്ണൻകുട്ടിക്ക് എൻ്റെ ഐസ്ക്രീം ഒന്നും വേണ്ട, അമ്മ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ അവൻ്റെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ദിണ്ടുക്കൽ മധുരേൻ്റെ അടുത്തെത്താറായിട്ടോ. ഈ ദിണ്ടുക്കൽ മധുരയും തൂത്തുക്കുടി ഒക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് തിരുച്ചെന്തൂർ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ ഉറക്കം കണ്ണിൽ വന്ന് നിൽക്കുന്നുണ്ട്, എന്നാലും അവൻ ഉറങ്ങാതെ ഇങ്ങനെ വണ്ടിയിൽ നോക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് 2-2:30 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നട്ടുച്ചയാണ്, നല്ല വെയിലാണ് കേട്ടോ. നമുക്ക് പിന്നെ പാലക്കാടുകാർക്ക് ഏത് ഉച്ച സമയം കാപ്പി കുടിക്കാനോ ചായ കുടിക്കാനോ ഒരു മടി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും കാപ്പിയും ചായയും കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ണൻകുട്ടിക്കാണെങ്കിൽ എവിടെ പോയാലും മുട്ടായിയുടെ അടുത്ത് എത്തും കേട്ടോ. അപ്പോൾ അവന് ഈ കോഴി മുട്ടായൊന്നും വേണ്ട, ഈ ഷുഗറുള്ള നല്ല പഞ്ചസാര മുട്ടായാണ് കേട്ടോ. അത് മതിയെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടയിൽ കയറിയിട്ട് എല്ലാവർക്കും ഓരോ കോഫി പറഞ്ഞു കേട്ടോ. ആ സമയത്താണ് അവിടെ നല്ല ചൂടുള്ള വട കണ്ടത് കേട്ടോ. അത് വാഴപ്പൂവിൻ്റെ വടയായിരുന്നു കേട്ടോ. ഈ വാഴമണി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വട. അപ്പോൾ നമുക്കത് റെയർ ആയിട്ടല്ലേ കിട്ടുള്ളൂ. ചില കടകളിലൊക്കെ അത് കിട്ടുള്ളൂ കേട്ടോ ട്രാവൽ ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ റാഗി വടയൊക്കെ ഉണ്ടാക്കുന്നത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു പാത്രത്തിൽ വെച്ചപ്പോൾ അവർ ഓരോന്ന് എടുത്തിട്ട് അതിൽ ചട്നി ഇട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല ഏട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ചട്നി ഉണ്ടായിരുന്നു, 2 തരം ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. മുളക് ചട്നി ഉണ്ടായിരുന്നു, തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വട. വാഴപ്പൂവിൻ്റെ വട അധികം ഓയിലി ഒന്നുമല്ല, നല്ല ടേസ്റ്റുള്ള വടയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് 2 വടയൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് അവിടുന്ന് പിന്നെ ഇറങ്ങുകയാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ നമ്മളിത് ഈ തൂത്തുക്കുടി വഴിയാണ് കേട്ടോ അടുത്തത് പോകുന്നത്. ഈ വഴിയൊക്കെ ഏട്ടൻ പോയിരുന്നതാണ് കേട്ടോ പണ്ട് ഡ്രൈവറായിരുന്ന സമയത്ത്. അപ്പോൾ ഈ കാണിക്കുന്ന ആ ദേവിയുടെ ഒരു ഇതില്ലേ, പാമ്പിൻ്റെ നാഗത്തിൻ്റെയൊക്കെ, ആ അമ്പലത്തിലേക്കൊക്കെ ഏട്ടൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളെ കാണിച്ചപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇതുപോലെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ കേട്ടോ. പിന്നെ ഈ സിപ്കോട്ട് ഇൻഡസ്ട്രിയിൽ ഏട്ടൻ പോയിരുന്ന കമ്പനിയാണ് കേട്ടോ ലോഡ് ഇറക്കാനൊക്കെ വേണ്ടിയിട്ട്. അതൊരു വലിയൊരു കമ്പനിയാണ് കേട്ടോ. അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിലാണ് അത് പൂട്ടിക്കേണ്ടി വന്നത് കേട്ടോ നാട്ടുകാർക്ക്. അതായത് ഈ തൂത്തുക്കുടിയിലുള്ളവരാണ് അത് കമ്പനി തന്നെ അടപ്പിച്ചത് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പൊല്യൂഷൻ പ്രോബ്ലം വരുന്നു പറഞ്ഞിട്ട് അടപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ കമ്പനിയൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് വന്നു. പിന്നെ നമ്മുടെ തൂത്തുക്കുടി എന്ന് പറഞ്ഞാൽ തന്നെ ഉപ്പല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതും സോൾട്ടൊക്കെ നമുക്കിങ്ങനെ നോക്കുന്ന ഭാഗത്തൊക്കെ സോൾട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. നമ്മൾ സിനിമയിലൊക്കെയാണ് ഇതുപോലെ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു വരുന്ന വഴിക്ക് ഇതേ ഒരുപാട് പേര് തിരുച്ചെന്തൂരിക്ക് നടന്ന് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം രൂപം കിട്ടി. നല്ല തിരക്കുണ്ടാവും കേട്ടോ. എന്താ പറയുക, ഒരുപാട് ദൂരം അകലെയാണ് കേട്ടോ അമ്പലം ഉള്ളത്. പക്ഷെ ഇപ്പോൾ തന്നെ ഈ ട്രാവലിങ് അവരിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ വഴിയിൽ ഇതേ ആട്ടിൻകൂട്ടൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഈ ഭാഗത്തൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെ കാണുന്നത്. നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയോണ്ടേ ഇരിക്കുകയാണ്. 2 സൈഡും കടലും വെള്ളവും അങ്ങനെയൊക്കെയാണ് കേട്ടോ, കായലുകളും ഒക്കെയാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊന്നും റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
ഇനി നമ്മൾ അവിടെ പോയിട്ട് വേണം റൂമൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്ടോ. അപ്പൊ റൂം കിട്ടുമോന്ന് തന്നെ അറിയില്ലാന്നാണ് 2, 3 പ്രാവശ്യം അന്വേഷിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ട്ടോ. അങ്ങനെ ഒടുവില് നമ്മളൊരു 4, 5 ലോഡ്ജ് കേറി ഇറങ്ങിയതിന് ശേഷം ഒരു ലോഡ്ജിൽ നമുക്ക് റൂം കിട്ടി ട്ടോ. നമ്മള് 2 റൂമാണ് ട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദേ ആ റൂമിന്റെ എന്താ പറയാ ഫ്രണ്ടേജിൽ തന്നെ മുരുകന്റെ തിരുച്ചെന്തൂരും മുരുകന്റെ ഭഗവാന്റെ ഒക്കെ വിഗ്രഹമൊക്കെ വെച്ചിട്ടായിരുന്നു. ഇതുപോലെ ബാഹുബലി സെറ്റ് പോലെയൊക്കെ ഫ്രണ്ടിൽ നല്ല രസമുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ ദേ കണ്ണനും മച്ചുവും നന്ദുവും എല്ലാവരും ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയി. ഞാനും അമ്മയും ഇതേ കയറി പോവാണ് ട്ടോ. അപ്പൊ നമ്മളിതേ 2 റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു റൂമിൽ അമ്മയും അമ്മമ്മയും നന്ദുവും ഒക്കെ കിടക്കാന്ന് പറഞ്ഞു. പിന്നെ വേറൊരു റൂമിൽ ഞങ്ങൾ എല്ലാവരും കൂടി കിടക്കാന്ന് പറഞ്ഞു ട്ടോ. അപ്പൊ എക്സ്ട്രാ അവര് ബെഡ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പൊ ഈ 2 റൂമിനും കൂടി അവർ ചാർജ് ചെയ്തത് 3500 രൂപയാണ് ട്ടോ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ട്ടോ. 3500 രൂപയ്ക്ക് ഇവര് 2 റൂം അടിപൊളി റൂം AC റൂമാണ് ട്ടോ. നമ്മൾ എവിടെ പോയാലും നമുക്ക് റൂം ഇങ്ങനെ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് ട്ടോ. സാധാരണ ഒരു റൂമിന് തന്നെ നമ്മളൊരു 4 രൂപ എങ്ങനെയും കൊടുക്കേണ്ടി വരും ട്ടോ. പക്ഷെ നമുക്ക് എന്താ അറിയില്ല അവര് 2000 എന്താ പറയാ മൊത്തം 3500 രൂപയാണ് ട്ടോ ഈ 2 റൂമിനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതും AC-യോട് കൂടിയിട്ട് നമുക്ക് 3500 രൂപയ്ക്ക് തരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിശയാണ് ട്ടോ. അപ്പൊ എന്തോ നമ്മുടെ ലക്കിന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തു ട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഏട്ടനോട് ഞാൻ 2 പ്രാവശ്യം ചോദിച്ചു, ഏട്ടാ ഇനി അവർ മറന്നിട്ട് ഒരു റൂമിന്റെ പൈസയാണോ എടുത്തോന്നൊക്കെ ചോദിച്ചു ട്ടോ. പുറകിലാണെങ്കിൽ ഈ ട്രെയിനൊക്കെ കണ്ട് കണ്ണ ഹാപ്പി. ഞങ്ങളിപ്പോൾ തിരുച്ചെന്തൂർ എത്തി. തിരുച്ചെന്തൂർ എത്തിയതിന് ശേഷം എന്തേ ലോഡ്ജിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഇപ്പം തന്നെ ഇറങ്ങുകയാണ്. അവിടെ 8 മണിക്കൊരു പൂജയുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് വേഗം പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം ഞങ്ങളിതേ അമ്പലത്തേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണം. ഏട്ടാ കാർ എടുക്കാൻ വേണ്ടി പോയിരിക്കണം കേട്ടോ. അപ്പോൾ ഈവനിങ് ഒന്ന് തൊഴുത പോലെ ഉണ്ടാവും, രാവിലെ മോർണിംഗ് ഒന്ന് തൊഴുത പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോയിട്ട് തൊഴുതിട്ട് തിരുച്ചെന്തൂർ അമ്പലത്തേക്ക് 2 കവാടങ്ങളുണ്ട് കേട്ടോ. ഒരു കവാടം നമ്മളിപ്പോൾ ഇതേക്ക് അടക്കുന്നതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ കവാടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ കാണുന്നുണ്ടോ, ഈ രണ്ടാമത്തെയാണ് കേട്ടോ ഈ കവാടം. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. ഫോണൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. അപ്പോൾ ഫോണൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അമ്പലത്തേക്ക് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നന്നായി തൊഴുതു, മുരുകനെയൊക്കെ കണ്ടു. സമയം ഇപ്പോൾ 9:45 ഈ സമയത്താണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. 9:30 ആകുമ്പോഴേക്കും നട അടിക്കും കേട്ടോ. അപ്പോൾ രാത്രി എന്തായാലും തൊഴാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. എന്താ പറയുക, വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അമ്മമ്മയുടെ പതുക്കെ നടന്നു വരികയാണ് കേട്ടോ. ഞങ്ങൾ 2 പേരുടെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വരിക. അമ്മമ്മ മുരുകനെ കണ്ടില്ലേ? അപ്പൊ അമ്മമ്മയുടെ പതുക്കെ അതേ നടന്നു വരികയാണ് കേട്ടോ. എനിക്ക് ചേച്ചിക്ക് കൈ പിടിച്ചിട്ട്. അപ്പം ഇനി രാവിലെ ഒന്നുകൂടി തൊഴണം. അതിന് 3:30 ആകുമ്പോഴേക്കും രാവിലെ റെഡി ആയിട്ട് വേണം ഇവിടെ എത്താൻ. എന്നാലും ഒരു 5 o'clock 6 o'clock ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റുമോ എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം ഇനി ഞങ്ങൾ നേരെ പോവുക. ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.